മച്ചൂസ് ഗെയിമിങ്. അപ്പോൾ 2 ദിവസമായിട്ട് വീഡിയോസ് ഇട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒന്നുമില്ല ഗെയ്സ്, നമ്മൾ പഴയ പവർ തിരിച്ചു കൊണ്ടുവരും. ഇച്ചിരി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇച്ചിരി ഒന്നുമില്ല, ഇനി ഒരു 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ നമ്മൾ പഴയ പവറിലെ ഡെയിലി വീഡിയോസുകൾ ഇടുന്നതായിരിക്കും. മൊബൈലിൽ വിഷ്യൂസാണ്, മൊബൈൽ സെറ്റാക്കിയിട്ട് വേണം എല്ലാം റെഡിയാകാൻ. മൊബൈൽ ഉടനെ സെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ HMSMBയിലാണ് വന്നത്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യട്ടെ. അപ്പോൾ ഈ HMSMBയിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നായിരുന്നു. അതൊക്കെ ഞാനൊന്ന് ഫുൾ വിവരിച്ച് തരാം. ഓക്കെ, അപ്പോൾ ഈ HMSMBയിൽ ഒരു സമയത്ത് ഒരു രണ്ട് ചെക്കന്മാർ വന്ന് ഇച്ചിരി ഇടങ്ങേറുണ്ടാക്കി ഇവിടെ മൊത്തം പൊളിച്ചടുക്കി ഇട്ടേച്ചിട്ട് പോയി. ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു തരാണ്. പൊളിച്ചടുക്കി ഇട്ടേച്ചിട്ട് പോയി. പിന്നെ സർവർ കയറാൻ ഞങ്ങൾക്ക് 4 പേർക്കും മൂടില്ലാത്ത രീതിയിൽ ആക്കി കളഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ഈ സർവർ കയറി ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ കസ്റ്റം വില്ലേജ് ഉണ്ടാക്കിയിട്ടുണ്ടോ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാൻ 2-3 ദിവസം വീട്ടിൽ വീഡിയോസ് എടുത്തില്ല, കയറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും അറിഞ്ഞില്ല ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഞാൻ കസ്റ്റം വില്ലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല നൈസ് കസ്റ്റം വില്ലേജ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കസ്റ്റം വില്ലേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളുടെ കൂടെ താമസിച്ച ഒരു ചെക്കനായിരുന്നു, ഞങ്ങളുടെ കൂടെ വന്ന് കയറി താമസിച്ച ഒരു താമസിച്ച ഒരു ചെക്കനായിരുന്നു. ആ ചെക്കൻ്റെ വീട് പൊളിച്ചിട്ടേക്കുന്നതാണ് വോയിസ്. ഇതാണ് പറഞ്ഞ് പൊളിച്ച് നശിപ്പിച്ചിട്ടേക്കാണ്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിലും കൂടുതൽ നശിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് ഇവിടെ TNT വെച്ച് പൊട്ടിച്ച് എവിടേക്ക് എന്തൊക്കെയോ ചെയ്ത് നശിക്കും. അപ്പം ഞാനും പൊട്ടിച്ച് കേസ് അവൻ്റെ വീട് പൊട്ടിക്കേണ്ട അവസ്ഥ വന്നു. അല്ലാണ്ട് എനിക്ക് കയറാൻ പറ്റൂല. ഓക്കെ, ചടിക്കേറ എന്താ മറ്റിക്കുന്നേ വന്നിട്ട് പെട്ടുപോയോ? ഒന്ന് തന്നെ അപ്പുറത്ത് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ഇതും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നാട്ടോ ഗൈസ് ലാസ്റ്റ് ദിവസം. ഈ HMSMBൻ്റെ ലാസ്റ്റ് ദിവസം ഇന്നാണ്. കാണിച്ചാൽ അടുത്ത എപ്പിസോഡ് ഇന്ന് വൈകുന്നേരം എൻഡിൽ പോകും. അപ്പോൾ എൻഡിൽ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ അവിടെ ട്രീ ഹൗസ് അത് നമ്മൾ കാണിച്ചതാണ്, അത് കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഹൗസ് കേട്ടോ, ഇത് നമ്മുടെ സനീഷ് ബ്രോ പണിത കേട്ടോ ഹൗസ്. ഓക്കെ, ഇപ്പോൾ സനീഷ് പണിത അടിപൊളി ഹൗസ് പണിതിട്ടുണ്ട്. പണി തീർന്നിട്ടില്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഇവിടെയൊക്കെ പില്ലറൊക്കെ കിടപ്പുണ്ട്. പണി തീർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ പോണ്ടുണ്ട്. പിന്നെ നമ്മുടെ അഭിജിത്ത് ബ്രോൻ്റെ വകയായിട്ടുള്ള കസ്റ്റം പോണ്ടുണ്ട് കേട്ടോ ഗേസ്. ഇവിടെ ഇത് മൊത്തം കസ്റ്റം പോണ്ടാണ്. നമ്മുടെ അഭിജിത്ത് ബ്രോൻ്റെ വകയായിട്ടുള്ള കസ്റ്റം പോണ്ടാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ക്യാമ്പല്ല ക്യാമ്പ് ഫയർ വെച്ചിട്ട് ഒരു പരിപാടി ഉണ്ടല്ലോ ഗൈസ്. ആ പരിപാടിയാണ് ഇവിടെ. ഇവിടെയും കസ്റ്റമായിട്ടുള്ള ഒരു പോണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ചില്ലറ പരിപാടി അവിടെ എവിടേക്കൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കസ്റ്റം പോണ്ടുകളാട്ടോ ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മുടെ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇവിടെ ഒരു സംഭവം ഉണ്ട് ടേസ്, അത് കാണിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഗ്രീനേഷ് ബ്രോ എന്തോ ഒന്ന് ചെയ്ത് വെച്ചായിരുന്നു. ഫോട്ടോയൊക്കെ ഞാൻ കണ്ടായിരുന്നു ഗെയ്സ്. അത് എവിടെയാണ് ചെയ്ത് വെച്ചതെന്നാണ് ഞാൻ തപ്പുന്നത്. ഇത് നമ്മുടെ മോബ് ഫാർമിലേക്കുള്ള വഴിയാട്ടോ ഗെയ്സ്. അത് പിന്നെ ഇപ്പോൾ കയറേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് എവിടെയാണെന്ന് കാണിച്ചു തരാം ഗെയ്സ്. പൊട്ടക്കൊട്ട വെച്ചേക്കാണോ പണിത് വെച്ചേക്കാണോ? ഇത് സ്പോൺ ഏരിയയിലാണോ പണിതേക്കുന്നത്? അതും എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. അതേപോലെ തന്നെ സ്പോൺ ഏരിയയിലാണ് പണിത് വെച്ചതെന്ന് തോന്നുന്നു ഗെയ്സ്, കാണുന്നില്ല അവിടെ നിന്ന്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ സ്പോൺ ഏരിയയിൽ ഞങ്ങളൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. അതും ഞാനൊരു പരിപാടിയും ചെയ്തിട്ടില്ല കേട്ടോ സീരിയസ്ലി, ഞാനൊരു പരിപാടിയും ചെയ്തിട്ടില്ല. ഞാൻ ചുമ്മാ അലഞ്ഞു വരിഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്ത്. നമ്മുടെ സനീഷ് ബ്രോയാണ് ഒരു ബോൺ ഫാർം ഇട്ടിട്ടുണ്ട്. ബോൺ വീലാണോ ബോൺ ഫാർമാണോ ഏതാണെങ്കിലും അതിൻ്റെ ഒരു ഫാർം ഇട്ടിട്ടുണ്ട്. ചാർജ് തീർന്നു. എപ്പോഴും ഞാൻ ചാർജ് ചെയ്യുമ്പോഴാണല്ലോ ഈ വീഡിയോസ് എടുക്കുന്നത്. ഓക്കെ, അതും ഓക്കെ. പിന്നെ ഇവിടെ കാണിക്കാനായിട്ട് എന്താണുള്ള ഇനി നെതറിലേക്കുള്ള സംഭവങ്ങളായിരിക്കും ഗെയ്സ് കാണിക്കാനുള്ളത്.
ഓക്കെ, അപ്പം നെതർ സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് അങ്ങോട്ടേക്ക് ടോർച്ച് പോകുന്നുണ്ടല്ലോ. എൻ്റെ കയ്യിൽ ഫുഡുണ്ട്, ഫുഡ് കഴിച്ചേക്കാം. നൈറ്റാണ്, ഇനി സോംബീനെയും കീപ്പറിനെയും കൊണ്ട് പൊട്ടിക്കാനുള്ള സമയം പറഞ്ഞു തന്നില്ല. ഒരു സോംബി താണുണ്ടോ ഒരു കീപ്പർ. അവിടെയൊക്കെ എന്താ ലൈറ്റ്, ഇതുവരെ കാണാത്തൊരു ലൈറ്റ് ഉണ്ടോ? ഓക്കെ, ലൈറ്റ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇത് എങ്ങോട്ടേക്കാണ് എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മുടെ ഇതൊക്കെ എന്താ ലൈറ്റ് വെച്ചെന്ന് ആർക്കറിയാം. ഓക്കെ, നമുക്ക് വഴി ഫുള്ള് തെറ്റിപ്പോണ്ട. ഞാൻ പിന്നെ എൻ്റെ ആർമസ് എല്ലാം പോയായിരുന്നു ടീസ്. ഞങ്ങൾ ഡെബ്രി മൈനിങ്ങിന് പോയപ്പോൾ എൻ്റെ ആർമസ് മൊത്തം നഷ്ടപ്പെട്ടു. പിന്നെ ഒന്നേന്ന് ചെയ്തായിരുന്നു ടീസ്, അതും ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ ആർമർ ഞാൻ പകുതിയോളം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനും അഭിജിത്ത് ബ്രോയും കൂടെ ചെയ്ത്. അഭിജിത്ത് ബ്രോ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആർമർ സെറ്റ് ചെയ്യാൻ വേണ്ടി അഭിജിത്ത് ബ്രോ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്രീനേഷ് ബ്രോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, 3 പേരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടോയ്സ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ഇൻഫാം വർക്കാവുന്നില്ല ടോയ്സ്. അത് എന്തോ അവന്മാരെന്തോ പണി ഒപ്പിച്ച് വെച്ച്, അതായത് നമ്മൾ ഈ നശിപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, അവന്മാരെന്തോ പണി ഒപ്പിച്ച് വെച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ഗൈസ്. ഇതിനകത്ത് ഉണ്ടോ അത്? എന്താ ആ പച്ച സാധനം കണ്ടോ ഗൈസ്, പച്ച. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. 2 റൗണ്ട് ഗൈസ്, 2 റൗണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കമൻറ്റ് ചെയ്യും ഗൈസ്, കമൻറ്റ് ചെയ്യും. ഓക്കെ, അതും ഇവിടെ ഉണ്ട്. ഇനി നമ്മുടെ നെതറിൽ പോയിട്ട് ഞാൻ ഞങ്ങളുടെ ഇത് കാണിച്ചു തരാം ഗൈസ്. ഇത് ഗോൾഡ് ഫാം കാണിച്ചു തരാം. ഇനി നെതറിലേക്ക് പോയി നമ്മൾ നെതർ അടി കിട്ടി. ഇപ്പോൾ നെക്സ്റ്റ് അടി ഇറങ്ങി പോകുന്നുണ്ടോ? അടിച്ച് പൊളിക്കടാ. അയ്യോ, ഫുഡ് കഴിക്കും, നല്ല വ്യക്തി. ഇപ്പം തന്നെ ഫുഡ് കഴിക്കണം. ചത്ത് ഗൈസ്. പൊട്ടത്തരല്ലാതെ ഒന്നും ചെയ്യില്ലല്ലോ. ചത്തില്ലെങ്കിൽ അതിശയമുള്ളൂ. ഞാൻ എന്താണെങ്കിലും നെതർ പോർട്ടലിൻ്റെ അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. നെതർ പോർട്ടലിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വേറെ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇതിനകത്താണ് എൻ്റെ ആർമസിൻ്റെ കാര്യങ്ങൾ മൊത്തം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടോ ബാനർ ഇവിടെ ഇരുന്നോട്ടെ. കണ്ടോ, നമ്മുടെ ആർമൻ്റെ എല്ലാ കാര്യം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് ഞാൻ തോൺസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ അതൊന്നും നിങ്ങളെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ എൻ്റെ എൻട്ര ചെസ്റ്റിൽ ഇച്ചിരി സംഭവം ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം ഗൈസ്. വലിയ സംഭവമൊന്നുമില്ല. 7 ഡയമണ്ട് ബ്ലോക്ക് ഉണ്ട്. ഇതെനിക്ക് ഗ്രീനേഷ് ബ്രോ വന്നാണ്. ഈ ഗോൾഡ് ബ്ലോക്ക് നമുക്ക് ഗോൾഡ് ഫാർമിൽ നിന്നുണ്ട് ആക്കിയെടുത്താണ്. പിന്നെ ഈ 5 ഡയമണ്ടും ഗ്രീനേഷ് ബ്രോ വന്നാണ്. പിന്നെ ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് 2-3 സ്റ്റാക്ക് ഉണ്ട് കേട്ടോ. ഈ 3 സ്റ്റാക്ക് എനിക്ക് സനീഷ് ബ്രോ വന്ന കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അതൊക്കെ തരുള്ളൂ. നമ്മൾ ചുമ്മാടക്കും നമുക്ക് ആരെങ്കിലും കൊണ്ടുതരും. അവരത് കേൾക്കുന്ന എന്നെ ഓടിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വെള്ളം. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഗോൾഡ് ഫാർമിലേക്ക് എത്തും ഗൈസ്. ഗോൾഡ് ഫാം നല്ല പക്ക വർക്കിംഗ് ആണ്, ഒരു മോശമില്ല ഗൈസ്. ഗോൾഡ് ഫാമിന് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് വർക്കിംഗ്. ഒരു രക്ഷയില്ലാത്ത വർക്കിംഗ്. യെസ്, നമ്മളതാണ്ട് അങ്ങനെ നേരെ വെച്ച് പിടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗോൾഡ് ഫാം കിട്ടും ഗൈസ്. ഗോൾഡ് ഫാം ഇതൊക്കെ ഈ എമറാൾഡൊക്കെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ ഗൈസ്. ഞാനും അഭിജിത്ത് ബ്രോയും കൂടെ ഉണ്ടാക്കിയതാണ്. ഇതാണ് നമ്മുടെ ഗോൾഡ് ഫാം കേട്ടോ ഗൈസ്. ഗോൾഡ് ഫാമിലേക്കുള്ള വഴിയാണ്. ഓക്കെ, അപ്പോൾ ഗോൾഡ് ഫാമിലേക്ക് ചാടി മിനി കയറണം. ഇതെന്താ സ്പീഡ് പറഞ്ഞവിടെ? ഓക്കെ, ഞാൻ മേലെത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നൈസ്, നമ്മൾ ഗോൾഡ് ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല എണ്ണം സോംബീസ് സ്പോണായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ എൻചാൻറ്റ് സ്റ്റേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇഷ്ടം മാതിരിണ്ട്. ഇതൊക്കെ ഇതൊന്നും ആവശ്യമില്ലാത്തതാണ്, എനിക്ക് വിഷയമില്ല, അവിടെ കിടന്നോട്ടെ. പിന്നെ ഇനി /home അടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തും. ഇപ്പോൾ സർവറിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇച്ചിരി കഴിയുമ്പോൾ എനിക്ക് ബഗ് അടിക്കാൻ തുടങ്ങും. ഇവിടെ ഫുള്ളും നിറയും. ഞാനാണെങ്കിൽ വാള് പോയിട്ടൊരു സംഭവം പോലും എടുത്തിട്ടില്ല. ആ പടം എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ
ഞാനെന്താണ് ഇനി /home അടിച്ചിട്ട് വീട്ടിൽ ചെല്ലാൻ പോവാണ്. അപ്പോൾ /home വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് ഷോർട്ടായിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പിന്നെ ഗ്രീനേഷ് ബ്രോ എവിടെയോ ഒരു ബിൽഡ് ഉണ്ടാക്കിയായിരുന്നു ഗൈസ്. അത് ഞാൻ കാണാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് കാണിച്ചേനെ. ഓക്കെ, എന്താണെങ്കിലും അടുത്ത സീരീസിൽ എൻ്റെ വകയായിട്ടുള്ള ബിൽഡിങ്ങും ഉണ്ടാവും. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇവിടെയൊക്കെ നമ്മുടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താൽ വയസ്സ് മൊത്തം അമ്മമാർ പൊളിച്ചടിക്കിട്ടു. ഓക്കെ, ഇഷ്ടം മതി ചെസ്റ്റിനൊന്നും ഒരു ക്ഷാമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാതെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇനി തൊട്ട് ഡെയിലി വീഡിയോസ് വരുവേ.